ഒരു വീടിനുള്ള സ്ഥലത്ത് 5 പേർക്ക് വീടൊരുക്കി പാലക്കാട് നഗരസഭയുടെ മാതൃകാ ഭവന പദ്ധതി. പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ 12ാം വാർഡിൽ ദുർഗ ലൈനിലാണ് PMAY പദ്ധതിയിൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പരേതനായ മണപ്പുള്ളി മാണിക്കൻ, വിജയലക്ഷ്മി രാജപ്പൻ, വേൽമുരുകൻ, മാണിക്കന്റെ മകൻ മണികണ്ഠൻ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവരുടെ കുടുംബസ്ഥലം ഓരോ കുടുംബത്തിനും 1/2 സെന്റ് മുതൽ 1.25 സെന്റ് വരെ രജിസ്റ്റർ ചെയ്ത കുടുംബാംഗങ്ങളുടെ ഏകദേശം 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചത്. കെട്ടിടത്തിന് PMAY വിഹിതത്തിനു പുറമെ കൊച്ചി ആസ്ഥാനമായ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ 7,50,000 രൂപ, വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. കുടുംബങ്ങളുടെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് വീടുകളുടെ മുൻവശത്ത് നടന്ന യോഗം വാർഡ് കൗൺസിലർ കൂടിയായ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാലക്കാട് നഗരസഭ ഒരു PMAYയുടെ ഇങ്ങനെ ഒരു കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊരു വീട് ഇവിടെ കെട്ടിക്കൊണ്ടത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ ഏകദേശം 2600ഓളം വീടുകൾ പാലക്കാട് നഗരസഭ ഇന്ന് PMAY പദ്ധതിയിൽ പാലക്കാട് നഗരസഭയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ 5 കുടുംബങ്ങളെ വളരെ ചെറുപ്പം മുതൽ ഞങ്ങളോടൊക്കെ കളിച്ച് വളർന്ന ആൾക്കാർ തന്നെ പറയാം. ഇവിടെ മാണിക്കൻ, രാജപ്പൻ, അതുപോലെ മുരുകൻ, അവരുടെ മാണിക്കൻ്റെ മകനായ മണികണ്ഠൻ, അതുമാതിരി വിജയലക്ഷ്മി, ഇങ്ങനെയുള്ളവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. വളരെ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഇത്തരത്തിലൊരു വീട് പൊന്തിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിൽ വന്ന സമയത്ത് പലതവണ ആവശ്യപ്പെട്ടു. 2015 മുതൽ ഞാൻ ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു, ഇത്തരത്തിലൊരു വീട് നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് തരാൻ പറ്റില്ല, ഇത്തരത്തിലൊരു വീട് തരാം, നിങ്ങൾ എന്തായാലും അതിന് തയ്യാറാവുമെന്ന് പറഞ്ഞിട്ട് അവസാനം 1.5 വർഷം മുമ്പാണ് ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. MP മോഹൻദാസ്, നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ T ബേബി, സെക്രട്ടറി അൻസൽ, ഐസക് K അജിത്, M മോഹൻദാസ്, സുബോധ് ഫൗണ്ടേഷൻ പ്രതിനിധി നിഖിൽ കൊടിയത്തൂർ, കോർഡിനേറ്റർ S ഉഷ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ വിധത്തിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പ്രമീള പറഞ്ഞു. ഒരു തറവാട്ടിലെ 5 കുടുംബങ്ങൾക്ക് 1/2 സെന്റ് മുതൽ 1 സെന്റ് വരെയുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് മുൻ അനുഭവങ്ങളില്ലാത്തതായിരുന്നു. അതുകൊണ്ടുതന്നെ സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമായി വന്നതായും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.